വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും ദുരിതം സമ്മാനിച്ചു അണക്കര ടൗൺ. സ്കൂൾ ജംഗ്ഷൻ, മോൺഫോർട്ട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ടുകൾ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും മഴവെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തത് മൂലം കാലവർഷം ആരംഭിച്ചത് മുതൽ ഈ ഭാഗത്ത് പലയിടങ്ങളിലായി വെള്ളം കെട്ടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാരെയാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ചെല്ലാർകോവിൽ റോഡിൽ ഗവൺമെന്റ് സ്കൂൾ ജംഗ്ഷന് മുൻവശം മഴ പെയ്താൽ പതിവായി വെള്ളക്കെട്ടാണ്. വർഷങ്ങളായി മഴക്കാലത്ത് ഈ ദുരിതാവസ്ഥ തുടർന്നിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല. മഴ ശക്തമായി തുടരുന്നതിനാൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാതെ ചെളിവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് വിദ്യാർത്ഥികളെയാണ് ഏറെ ദുരിതത്തിലാക്കുന്നത്. ഈ രണ്ട് സൈഡും ഈ വെള്ളക്കെട്ട് കാരണം മനുഷ്യന് വഴി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സ്കൂൾ പിള്ളേരൊക്കെ ആയിരക്കണക്കിന് പിള്ളേർ ഇതായി രാവിലെ പാസ് ചെയ്ത് പോകുന്നു. അവരുടെ ദേഹത്ത് മുഴുവൻ വെള്ളം തെറിച്ച് ചെളിയായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു 100 കണക്കിന് വണ്ടികൾ രാവിലെ ഇതിലെ പാസ് ചെയ്യുന്നതാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് രാവിലെ. ഈ വഴിക്ക് വീതി കൂട്ടി ഇവിടെ ഒരു 1 വേ പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികാരികളായ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുക. സ്കൂൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ ബേക്കറി ജംഗ്ഷൻ വരെയുള്ള റോഡ് പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായതോടെ ഈ ഭാഗത്തും റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഏറെ വാഹനത്തിരക്കുള്ള ഇവിടെ രാവിലെയും വൈകിട്ടും സ്കൂൾ വിദ്യാർത്ഥികളുടെ യൂണിഫോമിലും മറ്റും ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. ഇതുകൂടാതെ സ്കൂൾ കവലയിൽ നിന്നും SNDP ബൈപ്പാസ് റോഡ് തുടങ്ങുന്നത് മുതൽ കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് നടത്തിയ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് പതിവാണ്. കുമളി ഭാഗത്തു നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറി വരുന്നത് ഇതുവഴിയാണ്. അശാസ്ത്രീയമായ കോൺക്രീറ്റ് നിർമ്മിതി മൂലം റോഡിന്റെ പകുതിയോളം ഭാഗം മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്നത് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ബൈപ്പാസ് റോഡിൽ പലയിടത്തും സ്ഥിരമായി വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അണക്കര ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഇവിടെ എത്തുന്നവർക്ക് ദുരിതം സമ്മാനിക്കുകയാണ്. 1 കിലോമീറ്റർ ദൂരെ അമ്പലമേട് മുതൽ ഒഴുകി വരുന്ന മഴവെള്ളം ടൗണിലേക്കാണ് എത്തുന്നത്. അഴുക്കുവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഓടകൾ വൃത്തിയാക്കാത്തത് മൂലം മഴവെള്ളം മണിക്കൂറുകളോളം ടൗണിൽ തന്നെ കെട്ടി നിൽക്കുകയാണ്. അണക്കര മോൺഫോർട്ട് സ്കൂൾ ജംഗ്ഷനിൽ ഒരു മഴ പെയ്താൽ മണിക്കൂറുകളോളം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഈ ഭാഗത്ത് 100 മീറ്ററോളം റോഡ് മഴയത്ത് തോടായി മാറുകയാണ്. മഴവെള്ളം റോഡിൽ കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും സ്കൂൾ വിദ്യാർത്ഥികളെ ചെളിവെള്ളത്തിൽ കുളിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അണക്കര.